ആസിഫ് എൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് അപൂർവരാഗമാണ്. ആസിഫിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു പടം ഋതുവാണ്. പിന്നീട് ആസിഫ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആസിഫ് ഒരു ടാലൻറ്റഡ് ആക്ടറാണ് എന്നുള്ളൊരു ബോധ്യം. 1980 ആണ് ലാല് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ അഭിനയിക്കാനായിട്ട് അതിൻ്റെ ഓഡീഷനായിട്ട് വരുന്നത്. ലാൽ അന്ന് പെർഫോം ചെയ്തത് ലാലിൻ്റെ രൂപവും ഒക്കെ നമുക്കറിയില്ല. ആദ്യകാലത്ത് മുടിയൊക്കെ ഇത്രയും വളർത്തി ലാലൊരു ഇപ്പോഴുള്ള ചെരുവിൻ്റെ ഇരട്ടി ചെരുവുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ഓഡീഷനിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കുറവ് മാർക്ക് കൊടുത്തു എന്നുള്ള കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ലാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് പറഞ്ഞ് കുത്താറുണ്ട്, എനിക്ക് 2 മാർക്ക് തന്ന ആളാണല്ലോ. അപ്പം ഞാൻ മറുപടി പറയാറുണ്ട്, ആ 2 മാർക്കിൽ വേണ്ടിയിട്ട് ഞാൻ 2 നാഷണൽ അവാർഡും തന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ വളരെ അത്ഭുതം സംഭവിച്ച ഒരു സിനിമയാണ് കിരീടം. വളരെ നിസ്സാര ദിവസം കൊണ്ടല്ലേ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞത്? അതൊരു 7 ദിവസം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഷൂട്ട് ചെയ്തത് ഒരു 25 ദിവസം കൊണ്ടാണ്. ലാൽ കഥ കേട്ട നിമിഷത്തിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സാറിന് അങ്ങനെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ അങ്ങനെയാണ്. പുള്ളി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളി ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്ടറുടെ അടുത്തേക്ക് വരും, എന്താണ് ക്യാരക്ടർ നിൽക്കണം. പുള്ളി ഒരു സമയത്ത് 4-5 പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, സാർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ പുള്ളി ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളി 5 മിനിറ്റ് ഞാനിപ്പോൾ വരാം. അതിന് പുള്ളി പോകും. പുള്ളി മേക്കപ്പ് മാനെ കാണും. പുള്ളി മേക്കപ്പ് മാനായിട്ടൊരു ഡിസ്കഷനിൽ പുള്ളി ആ ക്യാരക്ടറിന് പറ്റുന്നൊരു രൂപം ഉണ്ടാക്കി അതിന് പറ്റുന്നൊരു ഡ്രസ്സും ധരിച്ചിട്ട് നമ്മുടെ അടുത്ത് വരും. സാർ ഇതൊക്കെയാണോ, എങ്ങനെ ഇവിടെ അല്ലെങ്കിൽ അത് മാറ്റണമെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നീട് പുള്ളി അടുത്ത സീൻ എന്താണെന്ന് അറിഞ്ഞു ആ ഡയലോഗ് പഠിച്ച് അതിനകത്ത് എങ്ങനെ നന്നാക്കാൻ പറ്റും എനിക്ക് ഇടയ്ക്ക് വന്ന് ചോദിക്കും, സാർ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇങ്ങനെ കയറ്റിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പോകുന്നവരാണ് മിക്കവാറും എല്ലാവരും. അന്നത്തെ കാലത്തെ ആൾക്കാരെല്ലാം അത്രയും കമ്മിറ്റഡാണ്. 1 വർഷത്തോളം ഇരുന്ന് രഘുവും ഞാനും കൂടെ ഇരുന്ന് എഴുതി പൂർത്തീകരിച്ച സ്ക്രിപ്റ്റ്. പക്ഷേ സിനിമയായില്ല അന്ന് പല കാരണങ്ങളാൽ. പക്ഷേ അതെൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമ എന്നെങ്കിലും രൂപപ്പെടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. മാധവനെ പോലുള്ള ഒരു യങ്സ്റ്റർ, ഒരു പുതിയ ആക്ടർ തന്നെ വേണമെന്നുള്ളതായിരുന്നു. മാധവനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മോഹൻലാലിലേക്ക് എത്തുകയാണ്. ആദ്യ വേർഷനിലൊരു 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. രണ്ടാമത്തെ വേർഷനിലെത്തേക്കും ഒരു ക്യാമ്പസ് സ്റ്റോറി എന്ന നിലയിലാണ്. അത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് മോഹൻലാൽ ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹം വരുന്നതോടെ വീണ്ടും ഒരു റീവർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥയിൽ മാറ്റം വരുത്തുകയും അതാണ് നമ്മൾ 2000 കണ്ട ദേവദൂതൻ. ഫാസിൽ അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ കൊണ്ടുവന്നത് ഫാസിലും നെടുമുടിയുമാണ്. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇത് ഞങ്ങളുടെ ഇടയിൽ ആലപ്പുഴയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവർ വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അവരോട് ആരാധനയോടെ ഫാസിലിനെ മേടിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. സതയം സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനിരുന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന ഒരു 3-4 പേരില്ലേ, ലാല് ഒഴിച്ച് ബാക്കി മുരളി, വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ഇവരൊക്കെ ഉള്ള ഫ്രെയിമിൽ ആ 3 പേരിൽ ലാല് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഫ്രെയിമിൽ എനിക്കറിയാം ഇവരെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് വീണ്ടും അവരുടെ ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ആ കാഴ്ചകളൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാറില്ല. പലപ്പോഴും അത് വേദനയാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. സിനിമയും ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നഷ്ടപ്പെട്ട പലരെയും ചിലപ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് നല്ല സിനിമയിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ഒരുപാട് നല്ല നിമിഷങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട പ്രണയങ്ങൾ, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നല്ല സിനിമയിലൂടെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് സിബി മലയിൽ സാർ. അദ്ദേഹത്തിന് നമ്മളെല്ലാവരും പറയും 2000 കാലഘട്ടത്തിൽ പിറവിയെടുത്ത, സമയം തെറ്റി പിറവിയെടുത്ത, അല്ലെങ്കിൽ കാലം തെറ്റി പിറവിയെടുത്ത ഒരു സൃഷ്ടി എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ. അപ്പോൾ ആ സിനിമ 2024 കാലഘട്ടത്തിലെത്തിയപ്പോൾ വീണ്ടും റിലീസിനെത്തുകയാണ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളുമായി ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ ആ സിനിമയുടെ സംവിധായകൻ തന്നെയായ സിബി മലയിൽ സാറാണ്. സാർ നമസ്കാരം. വെൽക്കം ടു അവർ ഷോ. സാർ, ദേവദൂതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് പത്മരാജൻ സാറിൻ്റെ വാക്കുകളാണ്. ഒരു നല്ല കലാസൃഷ്ടി അതിൻ്റെ യഥാർത്ഥ വിധി നിർണ്ണയിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കാലങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പുതുതലമുറ തന്നെ പിറവിയെടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഇപ്പോൾ ശരിക്കും നമ്മുടെ സിനിമയുടെ കാര്യത്തിലെത്തുമ്പോൾ സത്യമാവുകയാണ്. ഇപ്പോൾ സിനിമ റിലീസിനെത്തുകയാണ്. അപ്പോൾ ആദ്യമായി ആ സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സിനിമ തുടങ്ങുവാൻ തന്നെ കുറച്ച് അതിൻ്റേതായ കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ലാലേട്ടനെയല്ല ഇതിൽ കാസ്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റോറിയും സാറൊന്ന് പറയാം. താങ്കളിപ്പോൾ ആദ്യം പത്മരാജൻ സാറിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയാം. ഈ സിനിമയ്ക്ക് ഈ കഥ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു കഥ രൂപപ്പെട്ടപ്പോൾ, ഇതിൻ്റെ ഒരു സ്റ്റോറി ഐഡിയ രൂപപ്പെട്ടപ്പോൾ
അത് എഴുതാനായിട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നത് പത്മരാജൻ സാറാണ്. അദ്ദേഹത്തെ സമീപിക്കുകയും അന്ന് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അത് എഴുതാൻ കഴിയാതെ പോയി. പിന്നീട് രഘുനാഥ് പലേരി വരികയും രഘുനാഥ് പലേരി അത് എഴുതുകയുമാണ് ചെയ്തത്. അത് 82-83 കാലഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കായിട്ട് രൂപപ്പെടുത്തിയ കഥയും കൂടിയാണ്. ശരി. അത് ഒരു വർഷത്തോളം ഇരുന്ന് രഘുവും ഞാനും കൂടെ ഇരുന്ന് എഴുതി പൂർത്തീകരിച്ച സ്ക്രിപ്റ്റ്. പക്ഷേ സിനിമയായില്ല അന്ന് പല കാരണങ്ങളാൽ. പക്ഷേ അതെൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമ എന്നെങ്കിലും രൂപപ്പെടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വീണ്ടും 18 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ എന്ന പേരിൽ ആ സിനിമ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആദ്യം എഴുതി വച്ചിരുന്ന 18 വർഷം മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തിട്ട് അത് ഈ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് വന്നു. പക്ഷേ അതിൽ നായകനായി വന്നിരുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആദ്യ വേർഷനിലൊരു 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. രണ്ടാമത്തെ വേർഷനിലെത്തേക്കും ഒരു ക്യാമ്പസ് സ്റ്റോറി എന്ന നിലയിലാണ്. അത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് മോഹൻലാൽ ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹം വരുന്നതോടെ വീണ്ടും ഒരു റീവർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥയിൽ മാറ്റം വരുത്തുകയും അതാണ് നമ്മൾ 2000 കണ്ട ദേവദൂതൻ. ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും അന്ന് ഈ തിയേറ്ററിൽ പോയി ഈ സിനിമകൾ കാണാനുള്ള പ്രായമെത്താത്തവരോ അല്ലെങ്കിൽ അന്ന് ജനിച്ചിട്ടില്ലാത്തവരോ ആയ ഒരു തലമുറ ആ സിനിമയെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ട് ആസ്വദിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് നമ്മൾ ദേവദൂതൻ വീണ്ടും തിയേറ്ററിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഇപ്പോൾ ഏതൊരു ജനറേഷനും വർക്കാവുന്നൊരു സിനിമയാണ്. കാരണം 2000 കാലഘട്ടത്തിലെ ഒരു ഹൊറർ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ ഒരു യക്ഷി ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ. അത് ചിലപ്പോൾ സ്ത്രീ ആവട്ടെ പുരുഷനായിക്കോട്ടെ, അങ്ങനെ രൂപങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ അന്നത്തെ കാലത്ത് ശബ്ദങ്ങളും ലൈറ്റുകളും ആ സിറ്റുവേഷനുകളോട് മാത്രം മുമ്പോട്ട് പോകുന്നൊരു സ്റ്റോറി ലൈൻ. എങ്ങനെയാണ് അന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും നമുക്കൊരു രൂപം ഇതിൽ കാണിക്കേണ്ടതായത്? കാരണം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി ലൈനായിരുന്നു അത്. അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ഹൊറർ സ്റ്റോറി പറയാനല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു പ്രണയകഥ പറയാൻ തന്നെയാണ്. ആ പ്രണയകഥയ്ക്ക് നമ്മൾ പറയുന്ന ഒരാൾ മരിച്ചുപോയ ഒരാൾക്കായി കാത്തിരിക്കുന്ന ഒരു കാമുകിയോട് ആ മരിച്ചുപോയുടെ ആത്മാവിനൊന്ന് സംവദിക്കണം. ആ സംവദിക്കാനുള്ളൊരു മീഡിയത്തെ കണ്ടെത്തുകയായിരുന്നു. ശരി. അത് ആദ്യത്തെ വേർഷനിൽ അത് ഒരു 7 വയസ്സുകാരൻ കുട്ടിയുടെ ഭയങ്ങളിലൂടെയായിരുന്നു, അവൻ്റെ സ്വപ്നങ്ങളിലൂടെയായിരുന്നു. രണ്ടാമത്തെ വേർഷനിൽ ഒരു ക്യാമ്പസ് സ്റ്റോറിയിൽ വരുമ്പോഴേക്കും രണ്ട് കാമുകന്മാരിലൂടെയാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തേലേക്ക് വരുമ്പോൾ അത് സംഗീതത്തിലൂടെയാണ്. ആദ്യത്തിലൂടെ ഭയത്തിലൂടെയാണെങ്കിൽ, രണ്ടാമത്തതിൽ അത് പ്രണയത്തിലൂടെയാണെങ്കിൽ, മൂന്നാമത്തെ സംഗീതത്തിലൂടെ. അങ്ങനെ ആ സ്റ്റോറിക്ക് അത്ര 3 വേർഷൻസ് ഉണ്ടായി. അപ്പം ആ മൂന്നാമത്തെ വേർഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടതും ഇനി കാണാനായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ആ സിനിമയ്ക്കുണ്ടായിരുന്ന ചില പോരായ്മകൾ, ഒരുപക്ഷെ ഒരു സൂപ്പർ താരത്തിൻ്റെയൊക്കെ കടന്നു വരുവോടുകൂടി അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ചില കൊമേഴ്ഷ്യൽ എലമെൻസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ആ കഥയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു റീ എഡിറ്റഡ് വേർഷൻ കൂടി ആയിരിക്കും ഇത്. ശരി. ഇപ്പോൾ ആദ്യം ഒരു കുട്ടീനെ കാസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിതിൻ്റെ കഥ മൊത്തത്തിൽ മാറുകയാണ്. നമ്മൾ ശരിക്കും എൻ്റെ കാസ്റ്റിംഗ് സെക്ഷനിൽ ആർ മാധവൻ സാറിന് അത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ സ്ക്രിപ്റ്റിങ്ങിലാണ്. ആദ്യത്തെ സ്ക്രിപ്റ്റിങ്ങിലെ കാസ്റ്റിങ്ങിലേക്കൊന്നും എത്തിയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അത് പ്രോജക്റ്റ് നടന്നില്ല. അന്നൊരു കാസ്റ്റിങ്ങിന് കുട്ടിയുടെ കാര്യത്തിൽ ആരെയും ചിന്തിച്ചിരുന്നില്ലെങ്കിൽ പോലും ഈ നിഖിൽ മഹേശ്വറിൻ്റെയും അലീനയുടെയും വേഷത്തിലേക്ക് നമ്മൾ എൻ്റെയും രഘുനാഥ് പലേരിയുടെ മനസ്സിൽ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടിരുന്നു. അതൊന്ന് നസറുദ്ദീൻ ഷായും മാധവിയുമായിരുന്നു. അന്ന് നസറുദ്ദീൻ ഷാ അത്തരത്തിൽ ഈ ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്ക് പുറത്തും വളരെ പോപ്പുലറായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നൊരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ രൂപമാണ് എന്നെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചിന്ത പറഞ്ഞത്. മാധവിയും അന്ന കാലത്ത് വളരെ യങ്ങായിട്ട് വളരെ ഒരു ഗ്ലാമറസ് ആയിട്ടൊക്കെ നല്ല റോഡുകളിൽ ഓർമ്മയ്ക്കായി പോലുള്ള സിനിമകളിലൊക്കെ ചെയ്തു വന്ന് മാധവിയും ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കാലമായിരുന്നു. പിന്നീട് അത് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മാധവനെ പോലുള്ള ഒരു യങ്സ്റ്റർ, ഒരു പുതിയ ആക്ടർ തന്നെ വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ മാധവനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മോഹൻലാലിലേക്ക് എത്തുകയാണ്. മാധവൻ ആ സമയത്ത് മറ്റൊരു പ്രോജക്റ്റിൽ അലൈപായ്തയിലേക്ക് കമ്മിറ്റഡായി. അദ്ദേഹത്തിന് നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
പുതിയ ആൾക്കാരെ അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് മോഹൻലാൽ കഥ കേൾക്കുകയും ചെയ്യാൻ താല്പര്യം പറയുകയൊക്കെ ചെയ്തത്. ശരിക്കും ലാലേട്ടൻ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് ഇത് ഞാൻ ചെയ്യാം എനിക്കത്. അതെ, ഈ കഥ കേട്ടപ്പോൾ ലാൽ പറഞ്ഞു ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് പ്രൊഡ്യൂസർ അത് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളുടെ കഥയായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തേക്കുന്നത്. ലാൽ വരുമ്പോൾ ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പം ലാലിനൊരു ക്യാമ്പസ് സ്റ്റുഡൻ്റായിട്ട് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ പിന്നീട് ഞങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ലാലിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകണമെന്നൊരു താല്പര്യം നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് നമ്മളതിനെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇവിടെ പഠിച്ചിരുന്ന ഒരാൾ, ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, അയാളൊരു മ്യൂസിക്കൽ ലെജൻഡായി അറിയപ്പെടുന്നൊരു മ്യൂസീഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാളിലേക്ക് അങ്ങനെയാണ് ആ കഥാപാത്രത്തെ മാറ്റിയെടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ഒറിജിനൽ തോട്ടിൽ നിന്നും മാറേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വിധത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ചില ഏരിയയിൽ അത് നെഗറ്റീവായിട്ടുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ചില സീക്വൻസുകളോ ആക്ഷനും കോമഡിയൊക്കെ വന്നത് ഈ മെയിൻ ത്രെഡിൻ്റെ ഒരു സ്മൂത്ത് ഫ്ലോയ്ക്ക് തടസ്സമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ വേർഷനിൽ അത്തരം മാറ്റങ്ങളെയൊക്കെ അത്തരം അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള വേർഷനാണ് വരാൻ. നല്ല രീതിയിലൊരു ക്രോപ്പ് ചെയ്തിട്ടാണ്. അതെ, ഒരു റീ എഡിറ്റഡ് വേർഷനാണ് വരുന്നത്. ശരി, ശരിക്കും ഇപ്പോൾ ഈ ഞാൻ ഒന്നും കൂടി ബാക്കോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 1, 2, 3ാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴാണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്. അപ്പോഴും ഈ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ടൈറ്റിൽ ദേവദൂതൻ തന്നെയായിരുന്നു. ഇത് ആദ്യത്തെ വേർഷനിൽ കുട്ടിയുടെ വേർഷനിൽ അന്ന് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത് 7 bells എന്നായിരുന്നു. രണ്ടാമത്തെ വേർഷനിൽ ഒരു കഥ ടൈറ്റിൽ മനസ്സിൽ ഉണ്ടായില്ല. ദേവദൂതൻ എന്ന പേര് വന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് അങ്ങനെ ഒരു പേര് മനസ്സിലായത്. ശരിക്കും ഒരു സിനിമ, ഒരു ഹൊറർ മൂവി എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കണം. സംഗീതത്തിന് എന്ന് പറഞ്ഞാൽ അസാധ്യ പ്രാധാന്യം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പോഴും അറിയില്ല. നമ്മൾ കേൾക്കുന്ന ഈ BGM ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയിലെയാണ്, അതിലെ സിറ്റുവേഷനുകളാണ് അറിയാത്ത കുട്ടികളുണ്ട് പുതിയ തലമുറയിൽ. പക്ഷെ അവരിപ്പോഴും ആസ്വദിക്കുന്ന ആ ക്ലൈമാക്സിൽ ആ പ്രാവ് പറന്നു പോകുമ്പോഴുള്ള ആ കേൾക്കുന്ന മ്യൂസിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ റീ റിലീസിൻ്റെ ടൈമിലായിരിക്കും ആൾക്കാരൊക്കെ അതെല്ലാം കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ സിനിമയിലൊരു ഡയലോഗുണ്ട്, അദ്ദേഹം സംഗീതത്തിൻ്റെ ചക്രവർത്തിയാണെന്ന് ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്. ശരിക്കും അതൊരു വിദ്യാസാഗറിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ അസാധ്യമാണ്. അപ്പോൾ വിദ്യാസാഗർ സാർ ഈ കഥയിലേക്ക് വരുന്നു, ഈ സിനിമയുമായിട്ട് ബന്ധമാവുന്നു. അദ്ദേഹത്തിന് ജീവൻ കൊടുത്തിട്ടാണ് അതിൽ ആ സംഗീതം ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയുന്നത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചത്? വിദ്യാസാഗറുമായിട്ട് അതിന് തൊട്ട് മുമ്പുള്ള 3 സിനിമകളും വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തത്. പ്രണയവർണ്ണങ്ങളും, സമരൻ ബദ്രഹവും, ഉസ്താദും. ഈ 3 സിനിമകളും വിദ്യയായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ചെയ്ത സിനിമകളാണ്. നിർമ്മാതാവും അദ്ദേഹത്തിൻ്റെ സമരൻ ബദ്രഹവിന് മുമ്പുള്ള ഒരു മറവത്തൂർ കനവും വിദ്യ തന്നെയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ 3 പേരും, ഞാനും സിയാദും വിദ്യയും തമ്മിലൊരു നല്ല റാപ്പ് രൂപപ്പെട്ടിരുന്നു ആ സമയത്ത്. ഈ കഥയുടെ ആദ്യ റൈറ്റിംഗ്, ഈ സെക്കൻഡ് വേർഷൻ്റെ ആദ്യ റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യയെ ഇവിടെ വിളിച്ചു വരുത്തുകയും വിദ്യയ്ക്ക് ആ ഫസ്റ്റ് റിട്ടൺ വേർഷൻ കൊടുക്കുകയും വായിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ മ്യൂസിക്കൽ സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് വിദ്യ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കമ്പോസിങ് തുടങ്ങുന്നതിന് 6 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിൻ്റെ സംഗീതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഉണ്ടായി. കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചും എല്ലാം. ശരിക്കും ആ പേര് അലീന എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ സംഗീതത്തിൽ നിന്ന് ആ പേര് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാറോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു സിനിമ ഒരു മനസ്സിൽ എൻ്റെ സിനിമ ദേവദൂതൻ ഇതായിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ടെന്ന് മനസ്സിലുണ്ടായിരുന്നൊരു സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനും അപ്പുറമായിരിക്കും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് കയ്യിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് കിട്ടിയത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സിനിമ എന്ന നിലയിലൊരു കഥ കൺസീവ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ന്യൂ കമറെ സംബന്ധിച്ചോളം ഒരുപാട് ആ സിനിമയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് ആ സിനിമയുടെ ലുക്സിനെ കുറിച്ച്, അതിൻ്റെ കഥയെക്കുറിച്ച്, അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 24 വർഷം ആദ്യത്തെ ഒരു വേർഷന് ശേഷം 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സിനിമ ഒരു സംഭവിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുണ്ടാകുന്ന ഒരു വേർഷനുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വിഷ്വൽസ് എങ്ങനെയായിരിക്കണം, സൗണ്ട് എങ്ങനെയായിരിക്കണം,
ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അതിനും മുകളിലാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ, അതിൻ്റെ മ്യൂസിക് ആണെങ്കിൽ, അതിൻ്റെ പെർഫോമൻസസ് ആണെങ്കിൽ എല്ലാം നമ്മൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും മുകളിൽ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന നിലയിൽ അത് ഡിലേ വന്നെങ്കിലും അത് സാധ്യമായപ്പോൾ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്യും. ഇതിൻ്റെ ശരിക്കും അതിൻ്റെ ആ പടം ഫുൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എവിടെയായിരുന്നു? ഊട്ടിയിലാണ് ഇതിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ. അതിൻ്റെ ആ തുടക്ക പോർഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡസ്ട്രി സ്റ്റേഡിയത്തിലാണ് മ്യൂസിക് കോൺസേർട്ട് നടക്കുന്നത് ഷൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഊട്ടിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ. അതിൽ ആ ഷൂട്ടിംഗ് ടൈമിലും ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്, ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യമല്ല 2000-ൽ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അഡ്വാൻസ്ഡ് ആയി. പക്ഷെ അന്ന് ഒരുപാട് കാര്യങ്ങളിൽ പല പല ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ശരിക്കും ആ വിനീതേട്ടനെ ഓടിച്ചിടുന്നത് ഒറിജിനൽ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഓടിച്ചിടുന്നത്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് അത്രയും ഡോഗ്സ് ഓടുന്നത്. അത് വിനീതേട്ടൻ ചെയ്യുകയും എന്തോ ഫ്രെയിമിൽ ഒരാൾ കയറിയതിൻ്റെ പേരിൽ വീണ്ടും അത് റീഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ കോംപ്രമൈസ്, ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, ഇയാൾക്ക് കണ്ണ് കാണാൻ മേലാത്ത ഒരാളും കൂടിയാണ്. ഈ കണ്ണ് കാണാൻ മേലാത്ത ആൾ പട്ടികൾ ഓടിക്കുമ്പോൾ ഭയപ്പെട്ട് ഓടുകയും, ഇത് രണ്ടും കൂടെ വലിയൊരു ബേസിക്കലി ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭയമുണ്ടോ? ഈ പട്ടികൾ 4-5 പട്ടികൾ ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ പട്ടികൾ ചേസ് ചെയ്ത് ട്രെയിൻഡ് ഡോഗ്സ് ആണെങ്കിലും നമുക്കറിയില്ലല്ലോ അതിൻ്റെ ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. നമുക്കുണ്ട് ഇദ്ദേഹത്തിന് അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും ഉണ്ടല്ലോ. നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ അഭിനയിക്കാൻ വരുമ്പോൾ ടേക്ക് കെയർ ചെയ്യണം. പക്ഷേ അതിന് പെർഫെക്ഷൻ ഒരു കുറവും വരാനും പാടില്ല. അപ്പം വിനീത് അത് നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ട് അത് അത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇത് എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു ഷൂട്ടാണ്? എത്ര ദിവസം കൊണ്ട്? ടോട്ടൽ സിനിമയാണ്. ടോട്ടൽ സിനിമ. അങ്ങനെ ഒരു സാധാരണ ഞാനൊരു സിനിമ 40 ദിവസമാണ് പ്ലാൻ ചെയ്യാറുള്ളത്. 45 മാക്സിമം ഒക്കെ എളുപ്പമുള്ളൂ. അതിന് മുകളിൽ ഞാൻ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ 64 ദിവസം ഷൂട്ട് ചെയ്തു. കാരണം അത്രമാത്രം എഫേർട്ട് ഉണ്ടായിരുന്നു ആ സിനിമയുടെ ഒരു മേക്കിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട്. ശരിക്കും പറയുമ്പോൾ ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഏരിയയിലാണ് നമുക്ക് സാർ ചെയ്തു വെച്ച സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ലൊക്കേഷൻ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്ത് ചെയ്യേണ്ട വർക്കുകളായിരുന്നു. അതിൽ ആർട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ആർട്ടിലുള്ള ആ പ്രൊഡക്റ്റുകൾ, ലൈറ്റുകൾ, ഇതെല്ലാം അന്ന് നമ്മൾ ആഡ് ഓൺ ചെയ്തതാണോ, അല്ലെങ്കിൽ അന്ന് അങ്ങനത്തെ ഒരു പാലസ് ആണോ അത്? ഇല്ല, ആ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. കാരണം അത് ഗവൺമെൻറ് കോളേജാണ്, അവിടുത്തെ ഊട്ടിയിലെ ഗവൺമെൻറ് കോളേജാണ്. അവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല. നമുക്ക് ഈ മോഹൻലാൽ താമസിക്കുന്ന റൂമിലേക്ക് അവിടെ നിന്നൊരു വ്യൂ കിട്ടാനായിട്ട് പറ്റുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിനകം ഇൻറ്റീരിയറും ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് അതിനകത്ത് ലൈബ്രറി ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കണ്ട വിഷ്വൽസും ഷോട്ട്സും ആംഗിൾസും ഒക്കെ അവിടുന്ന് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട ഒരു സെറ്റായിട്ട്. പിന്നെ 7 ബെൽസ് ഇരിക്കുന്ന ചാപ്പലാണൊന്ന്. ശരി. ബാക്കി മിക്കവാറും ഒക്കെ ഒറിജിനൽ സ്ഥലങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. തിയേറ്റർ റിലീസിലേക്ക് എത്തണം. അപ്പോൾ പുതിയ ഓഡിയൻസിനും കൂടി കണക്റ്റ് ആവുന്ന രീതിയിൽ ആധുനിക സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു പ്ലാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ആ പടം ഒന്ന് വീണ്ടും റിലീസ് ചെയ്യണം, ഇപ്പോഴും അതിനുള്ളൊരു ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സിറ്റുവേഷൻ എവിടെയാണ്? അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ ജനറേഷനിലെ ആൾക്കാർ ഈ സിനിമ കണ്ട് യൂട്യൂബിലൊക്കെ കണ്ട ശേഷം അവർക്ക് ഈ സിനിമയോട് തോന്നിയ ഒരു താല്പര്യത്തെയും അവരുടെ ഡിസ്കഷനുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ ആ ചർച്ചകൾ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ആലോചനയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ നെഗറ്റീവൊക്കെ അവൈലബിളായി. സാധാരണ ഒരു സിനിമകളെ നെഗറ്റീവ് ഇപ്പോൾ ഇല്ല. കാരണം മദ്രാസിലെ ലാബുകളൊക്കെ പൂട്ടിപ്പോയി, പല നെഗറ്റീവുകളും നഷ്ടപ്പെട്ടു പോയി. ചില പ്രൊഡ്യൂസർമാർ മാത്രം അവരുടെ നെഗറ്റീവുകൾ അവിടെ പോയി അതിനു മുമ്പ് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ നെഗറ്റീവ് എങ്ങനെയോ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു. കാരണം സൗണ്ട് ട്രാക്കുകൾ അന്നത്തെ കാലത്തെല്ലാം മോണോ ട്രാക്കിലാണ് റെക്കോർഡിങ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രാക്കേ ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ DTSലാണ് ചെയ്തത്. DTS ഒക്കെ വരുന്ന സമയമാണ്. ഡോൾബി DTSൽ അത് ചെയ്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ട്രാക്സ് എല്ലാം ഇൻടാക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് നമുക്കിത് സാധ്യമായത്. എല്ലാ സിനിമകൾക്കും ഇതുപോലെ നെഗറ്റീവും സൗണ്ടും ഇത്രമാത്രം പെർഫെക്റ്റായിട്ട് ഉണ്ടാവുകയില്ല. എല്ലാ പടങ്ങളും ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ കിരീടം എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു കിരീടമൊക്കെ രണ്ടാമത് റീമാസ്റ്റർ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ കിരീടം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നം, അത് 35 mm ഷൂട്ട് ചെയ്ത സിനിമയാണ് കിരീടം. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ആ ഫോർമാറ്റ് അല്ല അവരുടെ മനസ്സിലുള്ളത്, സിനിമാസ്കോപ്പാണ്. സിനിമാസ്കോപ്പിലേക്ക് അതിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി മാറും. പിന്നെ അന്ന് മോണോ ട്രാക്കായിരുന്നു. ഈ മോണോ ട്രാക്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തതിന് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതിനെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഡോൾബി അറ്റ്മോസിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഒറ്റ ട്രാക്കേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഫുൾ അതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്യണം, പുതിയതായിട്ട് റീ റെക്കോർഡ് ചെയ്യണം, പുതിയതായിട്ട് എഫക്ട്സ് ഉണ്ടാക്കണം, ഡബ്ബിങ് പോലും പുതിയതായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കാൻ ഇന്ന് ഒരു റിലീസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്താണ് നമുക്ക് സൗണ്ട് ട്രാക്ക് ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, വിഷ്വൽ നെഗറ്റീവ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, എനിക്ക് തോന്നുന്നു അന്ന് കണ്ടതിനേക്കാളും നല്ല വിഷ്വൽ ക്വാളിറ്റിയിലും സൗണ്ടിലും നമുക്കിത് ഇന്ന് ആസ്വദിക്കാൻ പറ്റും. ശരിക്കും അതിൻ്റെ ട്രെയിലറൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുന്നവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര ഗംഭീരം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്തായാലും. കാരണം ഇതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഹൊറർ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്തേക്കുന്നു, എല്ലാം കൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ കാണുന്നത്. ഇപ്പോൾ എനിക്കടക്കം പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സാറിപ്പോൾ കിരീടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊരു പോകണം. സാറിൻ്റെ ഇഷ്ടം എടുത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചേക്കുന്ന കുറേ സിനിമകളാണ്. അതേപോലെ വളരെ അത്ഭുതം സംഭവിച്ച ഒരു സിനിമയാണ് കിരീടം. വളരെ നിസ്സാര ദിവസം കൊണ്ടല്ലേ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞത്? അതൊരു 7 ദിവസം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. 7 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്, ഒരു 25 ദിവസം കൊണ്ടാണ്. സഡൻലി അങ്ങനെ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ? ഒരു 7 ദിവസം കൊണ്ട്? സഡൻലി അല്ല, കഥ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു. ആ കഥ എഴുതിയതില്ല എന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായ രൂപത്തിൽ ലോഹിതദാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതൊരു പ്രോജക്റ്റായിട്ട് രൂപപ്പെടുത്തി മോഹൻലാൽ അതിലേക്ക് വരികയും അദ്ദേഹം അതിൻ്റെ ഡേറ്റിൻ്റെ ഒരു തീരുമാനം പറയുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് എന്ന് സംഭവിക്കുമെന്ന് അറിയില്ല. ഇത് കുറേ കാലം ആ കഥയുമായിട്ട് നമ്മളിങ്ങനെ അത് പിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പല കാരണങ്ങളാൽ അത് സംഭവിച്ചില്ല. പക്ഷേ അത് സംഭവിച്ചപ്പോൾ ലാൽ കഥ കേട്ട നിമിഷത്തിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പടം, ആ സമയത്ത് ചെയ്യാൻ പോയ ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റായിട്ട് ഇത് അദ്ദേഹം ചെയ്യാൻ തയ്യാറായി. അപ്പോൾ പെട്ടെന്ന് എഴുതി. ഞങ്ങളും അത്രയും പെട്ടെന്ന് അദ്ദേഹം ഡേറ്റ് തരുമെന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ പെട്ടെന്ന് എഴുതേണ്ടി വന്നു. പിന്നെ ഷൂട്ടിംഗ് തന്നെയും നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ അത്രയും സമയം മതി. ഇന്നാണ് ആൾക്കാർ 100-120 ദിവസം ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ടെക്നോളജി വർക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ സാധാരണ സമയവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കൂടുതൽ ടെക്നിക്കൽ പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ സമയം ഒരുപാട് മാറും. ഇപ്പോൾ സാറിപ്പോൾ പുതിയ ജനറേഷൻ ഫിലിം മേക്കിംഗ് പഴയതുമായി കമ്പയർ ചെയ്യണമെങ്കിൽ അന്ന് എടുത്തേക്കുന്ന എഫേർട്ട് പറയാൻ പറ്റില്ല, അതിനപ്പുറമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഷൂട്ട് തീർത്ത് പോകണമെങ്കിൽ ആ ക്രൂവിനെ അവിടെ എത്തിക്കണമെങ്കിൽ ഇപ്പോൾ പലതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അന്ന് ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പോഴത്തെ ഒരു മേക്കിങ്ങിലേക്ക്, പുതിയ ആധുനിക കാലത്തിലേക്ക് സാർ എത്തുമ്പോൾ കമ്പാരിറ്റീവ്ലി സാറിന് ഏതുകൊണ്ടാണ് തൃപ്തിപ്പെടാൻ പറ്റുന്നത് ഞാൻ ചെയ്തതിൽ? തീർച്ചയായിട്ടും ആദ്യകാലത്ത് നമ്മൾ ചെയ്തത് തന്നെയാണ് നമുക്ക് ശീലം, നമുക്ക് അത് കംഫർട്ടബിളാണ്. കാരണം അവിടെയുള്ളൊരു അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സാണ് സംഭവിക്കുന്നത്. ഒട്ടും മെക്കാനിക്കലല്ല, ഇതൊരു ജൈവപരമായിട്ടുള്ള ഒരു എന്താണ് ക്രിയേറ്റിവിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയി അവരവരുടെ ക്യാരവാനിൽ ഇപ്പോൾ ഒന്നും ഇരിക്കത്തില്ല. എന്നാൽ ക്യാരവാനില്ല, എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ക്യാമറയ്ക്ക് കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കും, എല്ലാവരും കൂടെ സംസാരിക്കും, അടുത്ത സീനിനെ കുറിച്ച് അടുത്ത ഷോട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ശരി, ഇപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ അവരവരുടെ റൂമിൽ ഷോട്ട് ആ സമയത്ത് വരികയുള്ളൂ. അവിടെ ഇരുന്ന് ഡയലോഗ്സൊക്കെ പറഞ്ഞ് അവരിരുന്ന് പ്രിപ്പയർ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും. അവർ തമ്മിൽ തന്നെ ഒരു കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്യിക്കുന്ന അങ്ങനെയാണ്. അവർ തമ്മിൽ പറഞ്ഞൊരു ചില എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില ഒരു കൊറിയോഗ്രാഫിയും അല്ലെങ്കിൽ ചില
ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അതിനകത്തുണ്ടാവും. അപ്പം നമുക്കും അത് ആ ഡിസ്കഷൻ നമ്മളും ഭാഗഭാക്കാവുകയും നമുക്കതിനെ കുറച്ചും കൂടെ അപ്പോൾ ആ സീനിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തെടുക്കാനും കഴിയും. സാറിന് അങ്ങനെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ സിറ്റുവേഷനിൽ ഇരുന്നിട്ട് കോമഡി ഒക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഔട്ട്പുട്ട് തന്നേക്കുന്ന കുറേ പേരുണ്ടാവും. അതിലൊരാളാണ്. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ അങ്ങനെയാണ്. അമ്പിളിച്ചേട്ടൻ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ തമാശക്കാരനാണെങ്കിലും പുള്ളി സാധാരണ ജീവിതത്തിൽ വളരെ സീരിയസ് ആണ്. പുള്ളി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളി ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഡയറക്ടറുടെ അടുത്തേക്ക് വരും, എന്താണ് ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്. പുള്ളി ഒരു സമയത്ത് 4-5 പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, സാർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യും. പുള്ളി ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളി ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വരാം. അതുപോലെ പുള്ളി പോകും. പുള്ളി മേക്കപ്പ് മാനെ കാണും. പുള്ളി മേക്കപ്പ് മാനായിട്ടൊരു ഡിസ്കഷനിൽ പുള്ളി ആ ക്യാരക്ടറിന് പറ്റുന്ന രൂപം ഉണ്ടാക്കി അതിന് പറ്റുന്നൊരു ഡ്രസ്സും ധരിച്ചിട്ട് നമ്മുടെ അടുത്ത് വരും. സാർ ഇതൊക്കെയാണോ, എങ്ങനെ പോട്ടെ, ഇത് അല്ലെങ്കിൽ അത് മാറ്റണമെന്ന് വെച്ചാൽ അങ്ങനെ. പിന്നീട് പുള്ളി അടുത്ത സീൻ എന്താണെന്ന് അറിഞ്ഞു ആ ഡയലോഗ് പഠിച്ച് അതിനകത്ത് ചെയ്യുക. അതിനകത്ത് എങ്ങനെ നന്നാക്കാൻ പറ്റും ചോദിക്കും. ഇടയ്ക്ക് വന്ന് ചോദിക്കും, സാർ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇങ്ങനെ കയറ്റിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പോകുന്നവരാണ് മിക്കവാറും എല്ലാവരും. അന്നത്തെ കാലത്തെ ആൾക്കാരെല്ലാം അത്രയും കമ്മിറ്റഡാണ്. ഒരു ടീം വർക്കാണ്. ഒരു ഫാമിലി പോലെ എല്ലാവരും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ അടുത്ത ഈ ഷോട്ട് കഴിഞ്ഞാൽ അവരുടെ വെർച്വൽ വേൾഡിലേക്ക് പോകണം. ഉടനെ ഫോൺ എടുക്കുന്നു, മറ്റേ കാര്യങ്ങൾ ഫോണിനകത്ത് കൂടെ വെർച്വലായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുന്നത്. ഇത് അവരുടെ തലേന്ന് പോയി. വീണ്ടും അടുത്ത ഷോട്ട് വരുമ്പോഴാണ് വീണ്ടും എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഒരു വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പണ്ട് കുറേ ടെൻഷൻ കുറവായിരുന്നു അല്ലേ, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരെയും. പിന്നെ കൃത്യമായ ഒരു ഷോട്ട്, ഒരു സീനിനകത്ത് ഒരു ഷോട്ടിന് ഇന്ന സീൻ ഇന്ന ഡയലോഗ് ഞാൻ ഇന്ന ഷോട്ടിലാണ് എന്ന തീരുമാനമില്ല. മൾട്ടിപ്പിൾ ഷോട്ട്സ് എടുക്കുക, മൾട്ടിപ്പിൾ ക്യാമറ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ എഡിറ്ററുടെ സൗകര്യത്തിന് വിട്ടുകൊടുക്കുക. ഡയറക്ടറുടെ പാർട്ട് അവിടെ കുറയുകയാണ്. ഡയറക്ടറല്ല ഒരു ഡിസിഷൻ മേക്കറായിട്ട് വരുന്നത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ കാര്യം തീരുമാനിക്കപ്പെടുന്നത് എഡിറ്ററായി മാറും പലപ്പോഴും. അതെ അതെ. ഇപ്പോൾ കുറച്ച് ഈ വളരെ റീസെൻ്റ്ലി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കിരീടത്തിലെ തന്നെ തിലകൻ ചേട്ടൻ്റെ ആ കത്തി താഴെന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, ആ ചേഞ്ചസ്. അപ്പോൾ തിലകൻ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഒരു പോലീസുകാരനായി പറയുന്നു, പിന്നെ ധാർഷ്ട്യത്തിൽ പിന്നെ അച്ഛനായി പറയുന്നു എന്നൊക്കെ പറയുന്നത്. ശരിക്കും അപ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം തന്നെ, അല്ലെങ്കിൽ അത് തിലകൻ ചേട്ടൻ കയ്യിൽ നിന്ന് ഇട്ടതാണോ? ഇല്ല, അത് എഴുതി വെച്ച ഡയലോഗ് തന്നെയാണ്. അതിന് മോഡുലേഷൻ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പെട്ടെന്നൊരു ക്യാരക്ടറിനെ ഒരു സിറ്റുവേഷനെയും പറഞ്ഞാൽ അദ്ദേഹം അത് കൃത്യമായിട്ട് അതിന് പറ്റുന്ന രീതിയിൽ മോഡുലേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട മോഡുലേഷൻ അത് തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തു. അത് ചെയ്യുമ്പോൾ അദ്ദേഹം വല്ലാത്തൊരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിനെ വേറൊരു ലൊക്കേഷനിൽ നിന്ന് ഈ ഒരു സീനിലേക്ക്, ആ ഫൈറ്റിൻ്റെ എൻഡിലാണ് തിലകൻ ചേട്ടൻ സീനിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് 22 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം നഗരത്തിൽ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ അരമണിക്കൂർ കൊണ്ട് ഒരു 4-4:30 ഇവിടെ എത്തിക്കുന്നു. ഒരു 5:30-6 മണിയാകുമ്പോൾ ലൈറ്റ് പോകും. അതിനു മുമ്പ് ഈ അവസാനത്തെ പോർഷൻസ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം വന്ന് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് വന്ന് ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ നിൽക്കുക. തിലകൻ ചേട്ടൻ വന്നാലേ അതും കൂടെ ഷൂട്ട് ചെയ്താലേ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിൽ തന്നെയാണ് അദ്ദേഹം വന്ന് അഭിനയിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് അതിനകത്ത് തന്നെ. കാരണം അവരൊക്കെ സീസൺഡ് ആക്ടേഴ്സാണ്. ലാലായാലും അതിനകത്ത് ആ രംഗത്തുള്ളവരെല്ലാം സീസൺഡ് ആക്ടേഴ്സാണ്. ലാലും മുരളിയും തിലകൻ ചേട്ടനും ഒക്കെ അങ്ങനെ ഒരു, അതുകൊണ്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യും. അതെ. അതേപോലെ തന്നെ സാറിന് ഇപ്പോൾ തുടക്കകാലത്ത് ഇപ്പോൾ ഫാസിൽ സാറായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം സാറിൻ്റെ സിനിമയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു കൂട്ടുകെട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഫാസിൽ സാറായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇല്ല, ഫാസിൽ ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരാണ്. ഫാസിൽ എന്നെക്കാളും കുറേ സീനിയറാണ്. ഞാൻ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫാസിൽ പാസ് ഔട്ടായി. MA കഴിഞ്ഞു, പുറത്ത് പഠിത്തം കഴിഞ്ഞിരുന്നു. പക്ഷേ ഫാസിൽ അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ മിമിക്രി എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ കൊണ്ടുവന്നത് ഫാസിലും നെടുമുടി വേണുമാണ്. അതല്ലേ നെടുമുടി സാറും? അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു ടീമായിരുന്നു. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഇങ്ങനെ ഒരു മിമിക്രി എന്ന് പറയുന്നൊരു കലാരൂപം ഉണ്ടായത്. അപ്പം ഇത് ഞങ്ങളുടെ ഇടയിൽ, ആലപ്പുഴയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇവർ വളരെ പോപ്പുലറായിരുന്നു. ഇവർ അക്കാലത്ത് യേശുദാസിൻ്റെ ഗാനമേളയ്ക്കിടയിലൊരു ബ്രേക്കിന് ദാസേട്ടൻ ഇവരുടെ മിമിക്രി ഇവിടെ ചെയ്യും. ദാസേട്ടനൊരു ഇൻ്റർവെലിനൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഫാസിലും നെടുമണി വേണുവും ചേർന്നിട്ടുള്ളൊരു മിമിക്രി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എനിക്ക് ഫാസിലിനെ അറിയാം. അത് ഏതൊരു പ്രായത്തിലാണത്? അവർ കോളേജൊക്കെ പഠിക്കുന്ന ഒരു 20-22.
അപ്പോൾ നമുക്കൊക്കെ അവരോട് ആരാധനയോടെ ഫാസിലിനെ മേടിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ശരി. അത് കഴിഞ്ഞ് ഫാസിൽ അങ്ങനെ അറിയപ്പെടുന്നൊരു നാട്ടിലെ കലാകാരനാണ്. ഞാൻ നവോദയയിൽ ചെല്ലുന്ന സമയത്ത് ഫാസിൽ ആ സമയത്തൊന്നും അതിനു മുമ്പും ഫാസിൽ ഉദയ സ്റ്റുഡിയോയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഉദയ സ്റ്റുഡിയോയുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഫാദർ ബോബൻ കുഞ്ചാക്കോയുണ്ട്. അപ്പോൾ ഈ ഫാസിൽ ബോബൻ കുഞ്ചാക്കോയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉദയ സ്റ്റുഡിയോയുടെ പല പ്രോജക്ട്സുമായിട്ടൊക്കെ അദ്ദേഹം എന്തെങ്കിലും വിധത്തിൽ കണക്റ്റഡ് ആയിരുന്നു. ശരി. ഫാസിൽ അന്ന് ഒരു സിനിമയിൽ ഫാസിൽ മേടിച്ചിട്ടുണ്ടൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പാട്ട് പാടിക്കൊണ്ടൊക്കെ. ഇത് പോസ്റ്റ്മാനെ കാണാനില്ല, ഏതോ ഒരു സിനിമയിൽ അങ്ങനെയൊക്കെ അവരുമായിട്ട് അസോസിയേറ്റ്. പിന്നെ ഫാസിൽ അവിടുത്തെ വിൻസെൻ്റ് മാസ്റ്റർ ഡയറക്റ്റ് ചെയ്ത തീരം തേടുന്ന തിര എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചു നായകരായിട്ട്. എന്നിട്ട് ആ സിനിമ ആ പ്രോജക്റ്റ് ഷെൽവ് ചെയ്ത് പോയി. പിന്നീട് അത് രതീഷോ മറ്റോ അഭിനയിച്ച് പിന്നീട് പുറത്ത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ നവോദയ സ്റ്റുഡിയോയിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് ഫാസിൽ ഓൾറെഡി അവരുമായിട്ടൊക്കെ അസോസിയേറ്റഡ് ആയിരുന്നു. പക്ഷേ ആദ്യത്തെ 2-3 പടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചൊന്നും തീക്കടൽ എന്ന് പറയുന്നൊരു സിനിമ ഫാസിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നവോദയ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ശരി. അപ്പോൾ അതിനകത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ഞളിലും ബ്രിഞ്ച് ബുക്കുകൾ എഴുതിയപ്പോൾ അതിലും ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി. അങ്ങനെയാണ് ഫാസിലുമായിട്ടുള്ള ബന്ധം തുടരുന്നത്. പിന്നെ മാമാട്ടിക്കുട്ടിയമ്മയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ദീർഘകാലമായ ഒരു സൗഹൃദവും മിനിഞ്ഞാന്ന് മറ്റോ അദ്ദേഹം വിളിച്ചിരുന്നു പെട്ടെന്ന്. അങ്ങനെയുള്ളൊരു ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴുണ്ട്. ഓക്കെ. ഇപ്പോൾ സാറ് ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ട് ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, മമ്മൂക്കനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സുരേഷ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അടുപ്പിച്ച് 2-3 സിനിമകൾ ചെയ്തേക്കുന്ന ആസിഫ് അലീനെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയത് എങ്ങനെയാണ് സാർ? ആ ഒരു കണക്ഷൻ. ആസിഫ് എൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത് അപൂർവരാഗമാണ്. അതെ. അപ്പോൾ ആസിഫിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു പടം ഋതുവാണ്, ശ്യാമപ്രസാദിൻ്റെ. അതെ. അപ്പോൾ ഞാനിങ്ങനെ ഈ അപൂർവരാഗത്തിൻ്റെ കഥയുമായിട്ട് ഇങ്ങനെ ക്യാരക്ടേഴ്സ് കാസ്റ്റിങ്ങായിട്ട് ആലോചിച്ചിട്ട് പുതിയ ആൾക്കാരെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ആസിഫിലേക്ക് എത്തുന്നത്. ആ സിനിമയിൽ നിന്ന് തന്നെയാണ് നിഷാനയും കിട്ടുന്നത്. അപ്പോൾ അവരെ രണ്ടുപേരെയും വെച്ചിട്ട് ഉള്ളൊരു പ്രോജക്റ്റിലേക്ക് മൂവി. പിന്നെ അതിലേക്ക് വരുന്ന ആളാണ് വിനയ് ഫോർട്ട് ഓഡിഷൻ വന്നതാണ്, ആസിഫ് ഓഡിഷൻ വന്നതാണ്. നിത്യയെ പിന്നെ നേരത്തെ തന്നെ നിത്യയുടെ സിനിമകൾ ഞാൻ കണ്ടിരുന്നു, ആകാശഗോപുരം പോലുള്ള സിനിമകൾ കണ്ടിരുന്നു. ശരി. അപ്പോൾ അങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പം പിന്നീട് ആസിഫ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആസിഫ് ഒരു ടാലൻറ്റഡ് ആക്ടർ ആണെന്നുള്ളൊരു ബോധ്യമുണ്ട്. കാരണം വളരെ നാച്ചുറലായിട്ടൊരു ഒരു ആക്ടിങ് ഒരു ടാലൻ്റ് ഉള്ള ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ ആസിഫായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ സാറിൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകളൊക്കെ ഏതാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇനിയൊരു വെബ് സീരീസാണ് ചെയ്യുന്നത്. വെബ് സീരീസാണ്. അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രോജക്റ്റാണ്, ഒരു പീരിയഡ് സിനിമയാണ്. ശരി. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് സാറിൻ്റെ സിനിമകൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സിനിമകൾ കോപ്പി ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷനുകളിലും നമ്മളെ പലരെയും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പല ഓർമ്മപ്പെടുത്തലും തരുന്ന സിനിമകൾ ഇതെല്ലാം സാറ് തന്നതാണ്. അതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതിയ ജനറേഷന് നമ്മൾ വീണ്ടും സമ്മാനിക്കുകയാണ് ഇപ്പോൾ ദേവദൂതനിലൂടെ. അപ്പോൾ അതിപ്പോൾ തിയേറ്റർ റിലീസിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയും ഒരു കാര്യം കൂടി സാറിനോട് ചോദിക്കാണ്ട്, ഇതിനിടയിൽ ഞാൻ വിട്ടുപോയതാണ്. ഇനി ഒരു സിനിമയും കൂടി ഇതേപോലെ റിലീസിന് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? സാധാരണ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ ദശരഥമാണ്. അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അതിപ്പോൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യത ഇത്തരം പരിമിതികളുണ്ട് അതിന്. ശരി. മോണോ ട്രാക്കാണ്, 35mm ആണ് എന്നൊക്കെ പറയുന്ന. ഇനി അതിനൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരികയാണെങ്കിൽ ചെയ്യാവുന്നൊരു സിനിമ അതാണ് ദശരഥമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സദയം. സദയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസാധ്യ പെർഫോമൻസ് നമ്മൾ സമ്മാനിച്ചിട്ടുള്ള. അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കമൽ സാറൊക്കെ ഇടപെട്ട് കുറേ പ്രശ്നങ്ങളെല്ലാം അവാർഡിൻ്റെ കാര്യങ്ങൾക്കും അതിനൊക്കെ വേണ്ടിയിട്ട്. അതേപോലത്തെ പടങ്ങളൊക്കെ ഒന്നും കൂടി ഈ പുതിയ ജനറേഷൻ, കാരണം പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ബാക്കിലേക്കുള്ള സിനിമകൾ അവർ നോക്കുന്നില്ല. ഇപ്പോഴും ഒരുപാട് സിനിമകൾ അവർ കണ്ടിട്ടും കൂടി ഇല്ലാത്ത സിനിമ, കോമഡി സീനൊക്കെ ടി വിയിൽ കാണുമ്പോഴാണ് ആലോചിക്കുന്നത് ഇതൊക്കെ ഏത് പടത്തിലാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. കാരണം പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല, എല്ലാവരും തിരക്കിലായി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പം അത്തരം സിനിമകളൊക്കെ വീണ്ടും ഇതേപോലെ തന്നെ നമുക്കൊരു പൊടിയെട്ടി കൊണ്ടുവരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം അഭിനയം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടി
ഇപ്പോഴത്തെ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരവനും ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മരത്തിൻ്റെ അടിയിൽ തുറത്തുരിച്ചൊക്കെ കിടന്നിരുന്ന നടന്മാരും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കൂട്ടായ്മയിലുണ്ടായ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയേക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം വീണ്ടും പുതുതലമുറയിലേക്ക് എത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ സദൈവം അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന ഒരു സിനിമയാണ്. കാരണം അതും ആ കാലത്ത് പ്രേക്ഷകർ സ്വീകരിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. പിന്നീടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോഴാണ് മോഹൻലാലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ആ സ്ക്രിപ്റ്റും അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വരുന്നത്. ശരി. എൻ്റെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് സദയം തന്നെയാണ്. ഒരു അസേ ഫിൽം മേക്കർ എന്ന നിലയിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് എം ഡി സാറിനെ പോലെ ഒരാളുടെ സ്ക്രിപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അത് ഒരു വലിയ ചലഞ്ചായിരുന്നു. അത് സ്വീകരിക്കപ്പെട്ടു, എസ്തെറ്റിക്കലി സ്വീകരിക്കപ്പെട്ടു, പക്ഷേ അതിന് കൊമേഴ്ഷ്യൽ വയബിലിറ്റി സംഭവിച്ചില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്ന സിനിമകളാണ്. പക്ഷേ അതൊക്കെ ഇനിയും രണ്ടാമത് ഇതുപോലെ റീമാസ്റ്റർ ചെയ്തൊക്കെ വരിക എന്നുള്ളതിൻ്റെ സാധ്യതയെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. ശരി. ഒരു കാര്യം സാർ, അധികം നിരൂപിക്കുന്നില്ല, സാറിൻ്റെ പടങ്ങളിലെ ഇമോഷണൽ സീനുകളൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് കാണുന്ന സിനിമകളിലൊക്കെ എൻ്റെ അടുത്തിരിക്കുന്ന ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. അതൊരു സിനിമ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. സാറിനറിയാം ഇത് എൻ്റെ ഒരു സൃഷ്ടിയാണ്. തിയേറ്ററിൽ ഏതെങ്കിലും സീക്വൻസ് കണ്ടിട്ട് സാറിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? അപൂർവമായിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് ഞാൻ കണ്ടപ്പോൾ, ഞാൻ ഈ സിനിമ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തതല്ലേ കാലങ്ങളായിട്ട്. പക്ഷേ ഈ ഫൈനൽ വേർഷൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കരളെ നിൻ കൈപിടിച്ചാൽ പാട്ടിന് പോകുന്നതിന് മുമ്പുള്ള ആ ജയപ്രദയുടെ ആ ഒരു മെമ്മറിയിലേക്ക് അവർ പോയി സംസാരിക്കുക. പാട്ടിന് മുമ്പുള്ള ആ മൊമെൻറ്റിൽ പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ടായി. കാരണം ഈ സ്ത്രീ അറിയുന്നില്ലല്ലോ ഇയാൾ മരിച്ചുപോയി എന്നുള്ളത് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അതുവരെ ഇത്രയും കാലം ഈ സിനിമ കൊണ്ട് എനിക്കുണ്ടാകാത്തൊരു തോട്ടാണത്. വേറൊരാൾ, ഈ പ്രൊഡ്യൂസർ തന്നെ അദ്ദേഹവും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ പെട്ടെന്ന് വേറെ ഏതൊരു മൊമെൻറ്റിൽ. അപ്പോൾ എവിടെയൊക്കെയോ നമ്മളെ എവിടെ നിന്നൊക്കെയോ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഈ സിനിമ ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഞാൻ പല പ്രാവശ്യം കാണുമ്പോൾ ഞാൻ കാണാത്ത പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടുവരും. ഞാൻ അതിൻ്റെ മേക്കറാണെങ്കിൽ പോലും ഞാൻ അന്ന് ചിന്തിക്കുകയോ കാണുകയോ ചെയ്യാത്ത കാര്യങ്ങളെ ആൾക്കാർ ഇന്ന് കാണുകയും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെയും ഒരു കാഴ്ച ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട് ഇതിനകത്ത് എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ സാറിൻ്റെ സിനിമയിലൊക്കെ ഒരുപാട് സിറ്റുവേഷൻ കോമഡികൾ മാത്രമല്ല, നമ്മുടെ ഫാമിലിയിലുള്ള അമ്മാവൻ, അച്ഛൻ, അമ്മായി, അനിയൻ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. ഇന്ന് അങ്ങനൊരു സിനിമ ആ സ്ഥാനത്ത് വെക്കാൻ അവരിന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരാറുണ്ട് പലപ്പോഴും. ഒരുപാട് കലാകാരന്മാർ നമ്മുടെ അടുത്ത് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സാറിനത് കാണുമ്പോൾ ചിലപ്പോൾ അവരിപ്പോഴും നമ്മളിലൂടെ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും ഒരു സൈഡിൽ ചിലപ്പോൾ സാറ് പുറത്ത് കാണിക്കാത്ത ഒരു വിഷമം ഉണ്ടാവും. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രൊഡക്റ്റിന് ഇത്രയും നന്നാക്കി തന്ന അവരൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പ്രധാനമായിട്ടും നമുക്കുള്ളാവുന്ന നഷ്ടം ലോഹിതദാസിൻ്റെ തന്നെയാണ്. ലോഹിതദാസ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇനിയും ചെയ്യുന്ന സിനിമകളിൽ അത്രയും നല്ല സിനിമകൾ ഉണ്ടായേനെ. പിന്നെ അഭിനയിക്കുന്നവർ, ഇപ്പം സദയം സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനിരുന്ന് കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്രെയിമിലിരിക്കുന്ന ഒരു 3-4 പേരില്ല. ലാല് ഒഴിച്ച് ബാക്കി മുരളി, വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ഇവരൊക്കെ ഉള്ള ഫ്രെയിമിൽ ആ 3 പേരില്ല. ലാല് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ആ ഒരു ഫ്രെയിമിൽ എനിക്കറിയാം ഇവരെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് ഓരോ സിനിമകളിലും നമുക്ക് അങ്ങനെ എത്രയോ പേരെയാണ് നമുക്ക് കൂടെ ജോലി ചെയ്തിരുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ വിസ്മരിക്കും. അവിടെയൊക്കെ നമുക്ക് വീണ്ടും അവരുടെ ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ആ കാഴ്ചകളൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാറില്ല. പലപ്പോഴും അത് വേദനയാണ് നമുക്ക് സന്തോഷിക്കുന്നത്. സാർ, ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു ജേണി, ആദ്യത്തെ അവാർഡ് മേടിച്ചത് അത് അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളാണ് ലാലേട്ടൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോഴും എന്താ ലാലേട്ടൻ്റെ സിനിമകളിൽ സാറിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ജേണീനെ കുറിച്ച് എന്താണ്, ലാലേട്ടനുമായിട്ടുള്ള ആ ഒരു ജേണീനെ കുറിച്ച് എന്താ പറയുന്നത്? ലാലുവായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടിപ്പോൾ 44 വർഷമായി. നേരിട്ട് കണ്ടോ? ലാലിനെ നേരിട്ട് കണ്ടു, ഇടപെട്ട് തുടങ്ങിയിട്ട് 1980 ആണ് ലാല് മഞ്ഞിൽ പൊരിഞ്ഞ പൂക്കൾ അഭിനയിക്കാനായിട്ട്
അതിൻ്റെ ഓഡീഷനായിട്ട് വരുന്നത്. ശരി. അപ്പോൾ ആ ഓഡീഷനിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കുറവ് മാർക്ക് കൊടുത്തു എന്നുള്ള കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അന്നത്തെ ഓഡീഷനിൽ. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് അറിയാവുന്നൊരു പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം ലാൽ ഇവിടെ പറഞ്ഞോളൂ. ലാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് പറഞ്ഞ് കുത്താറുണ്ട്. എനിക്ക് 2 മാർക്ക് തന്ന ആളാണല്ലോ. അപ്പം ഞാൻ മറുപടി പറയാറുണ്ട്, ആ 2 മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 നാഷണൽ അവാർഡും തന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അന്നത്തെ തൊട്ടുള്ളൊരു ബന്ധമാണ്. ആദ്യം ഓഡിഷൻ വന്ന് കണ്ടപ്പോൾ തൊട്ട് ഇന്ന് ഈ 2024 വരെയും തുടരുന്നൊരു ബന്ധമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലൊരു ഹീറോ എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ലാലുമായിട്ടാണ്. ശരി. ഏതാണ്ട് 15 അടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലാലിൻ്റെയും കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ചെയ്യാൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും ബെസ്റ്റ് സിനിമകളുടെ എണ്ണത്തിൽ ഞാനും ലാലും കൂടെ ചെയ്ത സിനിമകൾ 1, 2, 3 കാണും. ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബന്ധമുണ്ട്. അപ്പം പക്ഷേ പിന്നീട് ഓരോരുത്തരുടെയും കരിയറിൽ അവർക്കുണ്ടാകുന്ന ഉയർച്ചകളും വളർച്ചകളും മാറ്റങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ തമ്മിൽ ഒരു പക്ഷേ എപ്പോഴും കാണാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. പക്ഷേ നേരിൽ കാണുമ്പോഴും എപ്പോഴും ആ ബന്ധം പോലെ, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നില്ല. എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു ബന്ധം ആരുമായിട്ടുമില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ തിരക്കുകളുണ്ട്. പക്ഷേ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അന്ന് ലാലേട്ടൻ ഓഡീഷന് വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് അന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? ലാലെ നമ്മളൊരു 10-30 പേര് അന്ന് ഓഡീഷൻ നടത്തിയിരുന്നു. ശരി. അപ്പോൾ ലാൽ അന്ന് പെർഫോം ചെയ്തത്, ലാലിൻ്റെ രൂപവും ഒക്കെ നമുക്കറിയില്ല. ആദ്യകാലത്ത് മുടിയൊക്കെ ഇത്രയും വളർത്തി ലാലൊരു ഇപ്പോഴുള്ള ചെരുവിൻ്റെ ഇരട്ടി ചെരുവുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ലാൽ വന്ന് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള ഫാസിൽ ആ വില്ലൻ ക്യാരക്ടറാണ് പുള്ളി മനസ്സിൽ കണ്ടത്. ഒരുപക്ഷെ ലാലിൻ്റെ ആ പെർഫോമൻസുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായിരിക്കാം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ക്യാരക്ടർ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളതിൻ്റെ റൈറ്ററുമല്ല, നമ്മളതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളതിനെ കണ്ടത് വേറൊരു ആംഗിളാണ്. നമ്മൾ കൺവെൻഷണലായിട്ടുള്ളൊരു രൂപമാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. പക്ഷേ ഫാസിൽ ആ പ്രത്യേകത, ലാലിനുണ്ടായ പ്രത്യേകത കണ്ടാണ് ഫാസിൽ ലാലിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഈ മാർക്കിൻ്റെ വ്യത്യാസം വന്നത്. നമ്മളുടെ ബോധം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫാസിൽ അയാളുടെ മനസ്സിൽ കണ്ട കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഞാനൊരു കൺവെൻഷണലായിട്ട് തോട്ടിലായിരിക്കും നിന്നിരിക്കാം. നമുക്ക് അത്രയുള്ളൊരു ബോധവും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ തുടക്കക്കാലമല്ലേ. പക്ഷേ ലാൽ ആദ്യത്തെ ദിവസം തന്നെ ഇപ്പോൾ ആ സിനിമയ്ക്ക് ഷൂട്ടിന് വന്നപ്പം ഞങ്ങൾ കൊടൈക്കനാലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ലാൽ ബസ്സിനാണ് വന്നത് അവിടുന്ന്. ബസ് വന്നു. ഞങ്ങളപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഫാസിലും ജിജോയും ഞാനും അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സ്റ്റാൻലി ജോസ്, ഞങ്ങൾ 4 പേര് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ലാലിനൊക്കെ റൂം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൽ ഞങ്ങൾ വന്ന് കണ്ടു അവിടെ. അപ്പോൾ പറഞ്ഞു ലാലിന് റൂം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ പറഞ്ഞില്ല, ഞാനിവിടെ താമസിച്ചോളാം, എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് പരിചയമാണ്, ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലാൽ എൻ്റെ മുറിയിലാണ് താമസം. ഞങ്ങളൊരു മുറി ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനാണ് ചാർട്ടിങ്ങൊക്കെ പറഞ്ഞു, അണ്ണാ എൻ്റെ സീൻ കുറേ ദിവസം കഴിഞ്ഞെടുത്താൽ മതി, ഞാൻ എല്ലാവരുമായിട്ടൊന്ന് പരിചയമായിട്ടില്ല, എനിക്കൊന്ന് അങ്ങനെ ആണ് ചെയ്തത്. അപ്പം ഞാൻ ഫാസിനടുത്തൊക്കെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ സീൻ നമുക്ക് പിന്നെ എടുക്കാമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ശങ്കറും പൂർണ്ണിമയും മറ്റുള്ളവരുടെയൊക്കെ സീൻ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ലാൽ എന്ന് ലൊക്കേഷനിൽ വരുവാണ് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാൽ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഞാൻ അസിസ്റ്റൻ്റ് ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്നു. നിൽക്കാന്ന് വെച്ചാൽ ചുമ്മാ തമാശയ്ക്ക്. പുള്ളി ഇടയ്ക്ക് ക്ലാപ്പ് മേടിച്ച് ക്ലാപ്പ് കൊടുക്കും. പുള്ളി എന്നിട്ട് അതിനകത്തൊരു കോമഡി ഉണ്ടാക്കുന്നത്, ഈ ഷോട്ട് ഓക്കെ ആണോ അല്ലേ എന്ന് ഞങ്ങൾ തമ്മിലൊരു ബെറ്റുണ്ടാവും. തമാശയ്ക്ക് അതിന് കൊടുത്തിട്ട് പറയും ഇത് ഓക്കെ ആണോ അല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ബെറ്റ് വെക്കും. അങ്ങനെ അല്ലെങ്കിൽ എത്രാമത്തെ സ്റ്റേക്കാണ് ഓക്കെ ആകാൻ പോകുന്നത് എന്നൊക്കെ നേരത്തെ ഞങ്ങൾ തമ്മിലൊരു അങ്ങനെയൊക്കെ തരം തമാശകളെ. ഇടയ്ക്ക് പുള്ളി അതൊക്കെ ഇട്ടിട്ട് ചിലപ്പം പോവും. സമയം കുറേ നേരം അങ്ങനെ ഒരു എല്ലാവരുമായിട്ടും ഭയങ്കര മിങ്കിളായി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീൻ എടുക്കുന്ന ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് റോഡിൻ്റെ നടുക്ക് വെച്ചിട്ടാണ്. ഇവരെ കണ്ടുമുട്ടുകയും അവരുടെ അടുത്ത് ഈ സ്ത്രീയുടെ അടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്നു.
അതൊരു പബ്ലിക് സ്പേസിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ വേറെയുണ്ട്. പക്ഷേ അത് ഗംഭീരമായിട്ടത് ചെയ്തു ലാലു. ശരി. അന്നോട്ട് ആ കോൺഫിഡൻസ് ഇന്ന് വരെയും ഒരു കുറവില്ല. ശരിക്കും ആ സെറ്റിൽ ഈ തോളിൻ്റെ ചെരിവ് ഒരു സംസാരമായിരുന്നു. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റൈലല്ലേ, ഒരു ശരീരഭാവമായിട്ട് വന്നതല്ലേ? ഇല്ല, അന്നതും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, അങ്ങനെ ചർച്ചയൊന്നും ആയിട്ടില്ല. ആ സിനിമയിൽ തന്നെ നടന്നൊരു കോയിൻസിഡൻസ്, അതിൻ്റെ ഫൈറ്റ് ഒരു സീക്വൻസ് ഉണ്ട്. അത് മദ്രാസിലാണ് ഷൂട്ട് ചെയ്തത്. ആ ഫൈറ്റ് സീക്വൻസിൽ ലാലിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കുള്ള പ്ലാസ്റ്റർ തന്നെയാണ്. കാരണം ഈ തെരുവിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഫസ്റ്റ് സീനിനകത്ത് ലാലിനെ പിടിച്ച് തള്ളുന്നുണ്ട് ശങ്കർ, ലാൽ വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അയാളെ കാണുന്നത് ഈ ഫൈറ്റ് സീക്വൻസിലാണ്. അത് മദ്രാസിലാണ് ഷൂട്ട് ചെയ്തത്. അതിന് സംഭവിക്കാൻ കാര്യം, മദ്രാസിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കൽ മദ്രാസിൽ വെച്ചിട്ട് നവോദയയുടെ ഒരു ജീപ്പുണ്ട്, നവോദയ എന്ന് തന്നെ എഴുതിയൊരു ജീപ്പുണ്ട്. ആ ജീപ്പിൽ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴിക്ക് കോടമ്പക്കത്ത് പോകുമ്പോൾ പെട്ടെന്ന് ലാല് ബൈക്കിൽ വരുന്നു. ലാലൊരു ബൈക്കിൽ അയാളുടെ ബൈക്കിൽ വന്ന് ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോൾ ഓടിച്ചു വന്ന് അതിൻ്റെ സൈഡിൽ നിങ്ങൾ ചേർത്ത് നിർത്തിയപ്പോൾ അതിൻ്റെ ഒരു ഫുട് ബോർഡിൽ ലാലിൻ്റെ കാല് തട്ടി ബൈക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി. ശരി. അപ്പോൾ അത് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും കൺഫ്യൂഷനായി. ഫൈറ്റ് എടുക്കാനുള്ളതാണ് 2 ദിവസം കഴിഞ്ഞാൽ, ഇയാളുടെ കാലോട് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ആയപ്പോഴത്തേക്കും ഫാസിലാണ് പറഞ്ഞത് നമുക്കത് അങ്ങനെ ആക്കാം, കാരണം ഇയാൾ അവിടെ വീണിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു ഫ്രാക്ചർ വന്നിരിക്കാം എന്ന് വെച്ചിട്ട് ആ ഫ്രാക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഫൈറ്റിന് വേറൊരു ഡയമെൻഷൻ വന്നു. ഇയാൾ ഇങ്ങനെ ഒരു വടിയും കുത്തി ആണ് ആ ഫൈറ്റ് ചെയ്തേക്കുന്നത്. ശരി. അപ്പോൾ അതൊരു വേറെ സ്റ്റൈലായിട്ട് മാറി, ഒരാൾ ഒറ്റക്കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഫൈറ്റിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തു. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മളെയൊക്കെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ട പലതും നമുക്ക് തിരിച്ചിട്ടുന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളും മലയാളിക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് സാർ. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലത്തെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ സാറിന് മുമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഒരുപാട് എന്താ പറയുക, എനിക്ക് അത്ര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ദേവദൂതൻ റിലീസിന് ഒരുങ്ങുന്നു. അതിനെ വീണ്ടും ഞങ്ങളുടെ വക എല്ലാവരുടെയും ഒരു ആശംസകൾ അറിയിക്കുകയാണ്. സന്തോഷം. എല്ലാവരും ഈ ജൂലൈ 26 തിയേറ്ററിലെത്തുന്നത്. എല്ലാവരും വന്ന് കാണട്ടെ. കാരണം സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് വളരെ ഊർജ്ജം തരുന്നുണ്ട്. അത് ആ ആവേശം സോഷ്യൽ മീഡിയയിൽ കണ്ട ആവേശം തിയേറ്ററുകളിൽ ഉണ്ടാകട്ടെ. തീർച്ചയായും. ഓക്കെ സാർ, താങ്ക് യു.